തെരുവിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുകയും വൃത്തിഹീനമായ സാഹചര്യത്തിലൂടെ ജീവിക്കുകയും ചെയ്ത ഊരും പേരും ഒന്നും തന്നെ അറിയാത്ത അന്യസംസ്ഥാനക്കാരിയായ വയോധികയെ ഏറ്റെടുത്ത് പുനലൂരിൽ പ്രവർത്തിക്കുന്ന അഗതി മന്ദിരത്തിൽ എത്തിച്ചു. കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലൂടെ തെരുവിൽ അലഞ്ഞുതിരിഞ്ഞു നടന്ന തെലുങ്ക് സംസാരിക്കുന്ന മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച വയോധികയെയാണ് രക്ഷപ്പെടുത്തിയത്. ഇവരുടെ അവസ്ഥ നേരിൽ കണ്ട ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേഷും ശ്യാം ഷാജിയും ഇവരുടെ അവസ്ഥ കൊല്ലം ജില്ലാ സാമൂഹ്യനീതി വകുപ്പിനെ അറിയിച്ചു. ഉടൻ തന്നെ സാമൂഹ്യനീതി വകുപ്പ് ഇവരെ പുനലൂരിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടു. ഗണേഷും ശ്യാമും ചേർന്ന് രണ്ടാം കുറ്റിയിൽ നിന്നും ഇവരെ കണ്ടെത്തി ആംബുലൻസിൽ കയറ്റുകയായിരുന്നു. ആംബുലൻസിന്റെ ചെലവും മറ്റ് സഹായങ്ങളുമായി ഇവർക്കൊപ്പം കോയിക്കൽ ഡിവിഷൻ കൌൺസിലറും വനിതാ ഓട്ടോറിക്ഷ ഡ്രൈവറായ യമുനയും ഒപ്പമുണ്ടായിരുന്നു. ഞാൻ കൊല്ലം കോർപ്പറേഷൻ കോയിക്കൽ ഡിവിഷൻ കൌൺസിലറാണ്. ഇളയല്ലൂർ പ്രദേശത്ത് കഴിഞ്ഞ ഒരു മാസം കാലമായി അലഞ്ഞുതിരിഞ്ഞു നടന്ന അന്യസംസ്ഥാനക്കാരിയായ ഒരു സ്ത്രീയെ നമ്മുടെ ശക്തികുളങ്ങര ഭാഗത്തെ പൊതുപ്രവർത്തകൻ കൂടിയായിട്ടുള്ള ഗണേശിന്റെയും പൊതുപ്രവർത്തകനായിട്ടുള്ള ശ്യാമിനെയും അറിയിച്ചതിന്റെ ഭാഗമായിട്ട് അവരെ ഇന്ന് ഇവിടുന്ന് ജില്ലാ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ ഓഫീസിൽ നിന്നുള്ള കത്ത് വാങ്ങിച്ചുകൊണ്ട് ഇവരെ പുനലൂർ സ്ഥാപനത്തിലേക്ക് മാറ്റുകയാണ്. അപ്പൊ നാട്ടുകാരുടെ എല്ലാവരുടെ സഹായത്താലാണ് ഇപ്പൊ ഇവരെ നമ്മളിവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ചായയും ആഹാരവും കൊടുത്ത് ഇവര് ഇവിടുന്ന് കൊണ്ടുപോവുകയാണ്. അപ്പൊ അതിനകത്ത് നേതൃത്വം കൊടുത്തത് നമ്മുടെ ഈ ശക്തികുളങ്ങരയിൽ നിന്നുള്ള പൊതുപ്രവർത്തനായിട്ടുള്ള ഗണേശനും ശ്യാമും അതുപോലെ തന്നെ നമ്മളെ ഇവിടുത്തെ ആട്ടോ ഡ്രൈവറായിട്ടുള്ള യമുനയും കൂടിയാണ് ഇവരെ ഇവിടെ നിന്ന് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനുള്ള നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇവിടെ 3-4 ദിവസങ്ങളുടെ കറങ്ങി കിടക്കുകയായിരുന്നു. രണ്ടാമത്തെ ജംഗ്ഷനിലാണ്, അത് മെഡിക്കൽ സ്റ്റോറിന്റെ ഫ്രണ്ടിൽ ഇരുന്നതാ. അപ്പൊ ഞാൻ അപ്പോഴേ പിങ്കിനെ വിളിച്ചു. പിങ്ക് വന്നു, വണ്ടി കയറ്റാൻ നോക്കിയിട്ട് കയറുന്നില്ല. പിന്നെ 112 വന്ന് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ് 108 വിളിച്ച് ആംബുലൻസ് ഫ്രീ ആ പൈസ ഒന്നും കൊടുക്കില്ല. പക്ഷെ അവരൊന്ന് കണ്ടപ്പോൾ അവരെ ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞ് അവര് തിരിച്ചു കൊടുത്തു. പിന്നെ ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിലറെ ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗണേഷ് സാമൂഹ്യ പ്രവർത്തകൻ ഒരുപാട് നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇതിനെ അറിയാമായിരുന്നു. ശ്യാം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൂടെ ഇവിടെയൊക്കെ സമൂഹത്തിന് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ളവരെയൊക്കെ എത്തേണ്ടടുത്ത് എത്തിക്കുകയായിരുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് എനിക്ക് പറയാം. സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ശക്തികുളങ്ങര ഗണേഷിനെയും ശ്യാമിനെയും ഇവർ അഭിനന്ദിച്ചു.